നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീഷ്മ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അരളിച്ചെടിയെക്കുറിച്ചാണ്. അരളിച്ചെടിയുടെ ഇല തന്നടിയിൽ അരുമക്കിങ്ങിണി പോലെ ഇരുന്ന പൂമ്പാറ്റയുടെ കവിതയിൽ നിന്നാകും അരളി എന്നുള്ള വാക്ക് നമ്മൾ ആദ്യമായിട്ട് കേട്ടത്. ഒരാളുടെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ ആഘോഷ പരിപാടികളിലും ഒരേപോലെ ഉപയോഗിക്കുന്ന ഒരു പൂവാണ് അരളിപ്പൂവ്. ധാരാളം കുലകുലയായ പൂക്കൾ ഉണ്ടാകുന്ന സസ്യം ആയതുകൊണ്ട് തന്നെ അലങ്കാര ചെടികളുടെ ഇടയിൽ നമ്മുടെ വീടുകളിലൊക്കെ ഇത് നട്ടു വളർത്തുന്ന ഒന്നാണ്. വിഷാംശമുള്ള ഒരുപാട് മരുന്നുകൾ ആയുർവേദത്തിൽ ഉപയോഗിക്കുമെങ്കിലും അതൊക്കെ പ്രോപ്പറായിട്ട് ശുദ്ധി ചെയ്തതിന് ശേഷം മാത്രമേ ആയുർവേദ മരുന്നുകളിൽ ഉപയോഗിക്കാറുള്ളൂ. ശരീരത്തിൽ എത്ര അളവ് ചെല്ലുന്നു എന്നതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ വിഷാംശം നിർണ്ണയിക്കപ്പെടുന്നത്. വിഷാംശം ഉള്ളതിനെ യുക്തിപൂർവ്വം പ്രോസസ്സ് ചെയ്ത് ഉപയോഗിച്ചാൽ അത് നല്ലൊരു ഔഷധമാണ് എന്നതിനൊരു ഉദാഹരണമാണ് അരളി. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്ന പോലെ തന്നെ നല്ല ഭംഗിയുള്ള പൂവ് കണ്ടിട്ട് നമ്മൾ അബദ്ധത്തിൽ പോലും അത് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീഷ്മ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അരളിച്ചെടിയെക്കുറിച്ചാണ്.